പുഷ്പയ്ക്ക് തിരക്കഥയ്ക്കുള്ള അവാർഡ്, പല പൊളിറ്റിക്സുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സിനിമകൾക്കാണ് പലപ്പോഴും എനിക്ക് തോന്നുന്നു അവാർഡുകളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ നിഷ്പക്ഷമായിട്ട് ഒരു അവാർഡ് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം ഭയങ്കര വലുതാണ് സത്യത്തിൽ. ഈ കാലത്ത് CJP-യുടെ ഈ പറഞ്ഞ ജന്തർ മന്ദറിൽ സമരം നടക്കുമ്പോൾ എന്തൊക്കെ നെറേറ്റീവ്സ് ആണ് വരുന്നത്. നമുക്കറിയാം ഇത് അങ്ങനെ അല്ല എന്ന് പറയും. ചില സമയത്ത് ഇത് കാണുന്ന ഒരാൾക്ക് ഇത് വിശ്വസിക്കാതിരിക്കാൻ പറ്റും. പിന്നീടാണ് ഗവൺമെന്റ് തന്നെ പറയുന്നത് ഇതിൽ വേറെ പുറത്തുനിന്നുള്ള ഒരു ഇതുമില്ല, ഇത് ഇവിടുത്തെ സ്റ്റുഡൻസിന്റെ ഇടയിൽ നിന്നുണ്ടായ ഇതാണ്, പ്രൊട്ടസ്റ്റ് ആണ്, ഫണ്ടിങ് കിട്ടുന്നുണ്ട്, എന്ത് ഫണ്ടിങ് കിട്ടും. ലാൽ സാറിന്റെ മകള് വിസ്മയ മോഹൻലാല് അവരുടെ രാഷ്ട്രീയം പറഞ്ഞതാണ്. അപ്പം ഏതോ ഒരാൾ വന്നിരുന്നു പറയുന്നു അവർക്ക് രാഷ്ട്രീയം അറിയില്ല. അവർക്ക് 35 വയസ്സായെന്നുള്ള കാര്യം ഞാനൊക്കെ അറിയുന്നത് ശരിക്കും ഇതിന് ശേഷമാണ്. നാഷണൽ ഫിലിം അവാർഡ്സിന്റെ ഭാഗത്തേക്ക് ചിന്തിക്കുമ്പോൾ ഒരു നിരാശ ഫീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പിന്നെ ഒരു ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കറാണ്. പക്ഷെ അവാർഡിന് വേണ്ടിയിട്ട് സിനിമ എടുക്കുന്ന ഒരാളാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. ചിലപ്പോൾ ആദ്യം പല ഉൾക്കളികളും മനസ്സിലാക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ കിട്ടിയാൽ മേടിക്കും. അപ്പൊ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ ഒരു ധാരണ എനിക്കുണ്ട്. ജനനായകൻ വരെ ഞാൻ ഫസ്റ്റ് രാവിലെ 6 മണിക്ക് വരുന്ന കാണുന്ന ആളാണ്. അപ്പൊ അതിൽ കിട്ടുന്നൊരു ഹൈ എനിക്കുണ്ട് ഓൾറെഡി. അപ്പൊ ഇത്തരം സിനിമകൾ എനിക്ക് മനസ്സിലുണ്ട്, ചെയ്യാനും ഒക്കെ ഇതുണ്ട്. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വന്നത് ഇങ്ങനത്തെ ഒരു സിനിമ ആയതുകൊണ്ടും അതുകൊണ്ടുള്ള ഗുണം നമുക്ക് ഈ മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് നമുക്ക് വലിയ സിനിമ ഉണ്ടാക്കാനും പറ്റും. ഈ ഫെസ്റ്റിവലിനെ കുറിച്ച് വിട്ടും മറന്നേ പോയി. ഉച്ചയായപ്പോ ഒരു വിളിച്ചിട്ട് ഒരു വീഡിയോ വേണം എന്ന് പറയുമ്പോഴാണ്, നിങ്ങൾക്കാണ് അവാർഡ് എന്ന് പറയുമ്പോഴാണ് ഞാൻ ശരിക്കും അറിയുന്നത് ഇത് നമ്മുടെ സിനിമയ്ക്കാണ് അവാർഡ്, അതും ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള അവാർഡ്. റഷ്യൻ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ഗ്രാൻഡ് പ്രി അവാർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് തിയേറ്റർ എന്ന സിനിമ. സിനിമയെ പറ്റി സംസാരിക്കാൻ സിനിമയുടെ സംവിധായകൻ സജിൻ ബാബുവാണ് ചെയ്യുന്നത്. നമസ്കാരം. നമസ്കാരം. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. എപ്പോഴാണ് അറിയുന്നത് സിനിമ ഇങ്ങനെ മത്സരിച്ചിട്ട് അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത? മത്സരത്തിനുണ്ടെന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഞാൻ സിനിമയൊക്കെ അയച്ചു കൊടുത്തിരുന്നു. എൻ്റെ കോപ്പി DCP ഒക്കെ നേരത്തെ അയച്ചു കൊടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പുതിയ സിനിമയുടെ തിരക്കൊക്കെ ആയിട്ട് എൻ്റെ എഡിറ്റും ഒക്കെ ആയിട്ട് തിരുവനന്തപുരത്തായിരുന്നു. ഇതിനിടയിൽ ഒരു മെയിൽ അയച്ചിരുന്നു. ഒരു മെയിൽ ഞാൻ കണ്ടു. ഞാനതിന് പിന്നെ റിപ്ലൈ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ തിരക്കിൽ ഞാനത് വിട്ടുപോയി. പിന്നെ ഇൻവിറ്റേഷൻ വന്ന മെയിലൊക്കെ എനിക്ക് തോന്നുന്നു സ്പാമിലൊക്കെ പോയി കിടക്കുകയായിരുന്നു. പിന്നെ എന്നെ മെനിങ്ങാന്ന് ഞാൻ ഉച്ചയ്ക്ക് അവിടെ ഇരിക്കുമ്പോൾ, ഞാൻ അപ്പോൾ ഈ ഫെസ്റ്റിവലിനെ കുറിച്ച് വിട്ടും മറന്നേ പോയിരുന്നു. ഉച്ചയായപ്പോൾ ഒരു വിളിച്ചിട്ട് ഒരു വീഡിയോ വേണം എന്ന് പറയുമ്പോഴാണ്, നിങ്ങൾക്കാണ് അവാർഡ് എന്ന് പറയുമ്പോഴാണ് ഞാൻ ശരിക്കും അറിയുന്നത് ഇത് നമ്മുടെ സിനിമയ്ക്കാണ് അവാർഡ്, അതും ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള അവാർഡ്. അത് ഓഡിയൻസും ജൂറിയും കൂടെ ചേർന്നിട്ടാണ് സെലക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അവിടെ പോവേണ്ട ഒരു ചാൻസ് മിസ് ചെയ്തു. പിന്നെ ഈ സെയിം സിനിമ തന്നെ റഷ്യയിൽ ആണ് കാണിച്ചിരുന്നത്. യാൾട്ടയിലായിരുന്നു കഴിഞ്ഞ വർഷം. അത് ഞാൻ പോയിരുന്നു. അവിടെ കസാനിലും കാണിച്ചിരുന്നു. കസാനിലും ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നതാണ്. ബിരിയാണി നേരത്തെ മോസ്കോ ഫെസ്റ്റിവലിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ റഷ്യയായിട്ടൊരു ബന്ധം സിനിമയായിട്ടൊരു ഓൾറെഡി ഉണ്ട്. ഒരു പ്രീമിയറോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ജൂറി പരാമർശം ഒന്നുമല്ല, മികച്ച സിനിമയ്ക്കുള്ള ഒരു അംഗീകാരമാണ് അത്. തീർച്ചയായിട്ടും കൂടുതൽ ആളുകളെ കുറച്ചുകൂടി വിസിബിലിറ്റി സജിൻ ബാബുവിൽ തരാനും, അറിയുക സിനിമ കുറച്ചുകൂടി ആളുകളിലേക്ക് എത്താനും, ഒരു വേൾഡ് ഓഡിയൻസിലേക്ക് ആ സിനിമ എത്താനൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഘടകമല്ലേ? തീർച്ചയായിട്ടും. അതിലെ ജൂറികൾ തന്നെ ഞാൻ നോക്കുമ്പോൾ ആ എല്ലാവരും ഭയങ്കര പ്രൊഫൈലുള്ള, നല്ല രസമുള്ള, എനിക്ക് തോന്നുന്നു ഡിഫറെൻ്റ് ആയിട്ട് സിനിമകൾ കാണുന്ന പലതരം മനുഷ്യർ ചേർന്നിട്ടുള്ള ഒരു ജൂറിയാണ്. അപ്പോൾ ആ ജൂറിയിൽ മത്സരിച്ചത് ഇപ്പോൾ ബെൽജിയത്തിൽ നിന്നും റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ ഉള്ള പടങ്ങളോട് മത്സരിച്ചിട്ടാണ് നമ്മുടെ സിനിമ മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടിയത് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പോ അത് കുറച്ചുകൂടി ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു രീതിയാണല്ലോ ഏറെക്കുറെ സജിൻ അവലംബിക്കുന്ന സിനിമ ഉണ്ടാക്കാൻ വേണ്ടി. സജിൻ അതിനെ ഒരു വളരെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സിനിമയാണെന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും ഒരു ഇൻഡിപെൻഡന്റ്, ഒരു സ്വതന്ത്ര സംവിധായകന്റെ സിനിമ എന്നുള്ള രീതിയിൽ പലപ്പോഴും സിനിമകളെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഈവൻ ദോ ഇപ്പൊ തിയേറ്റർ ആയാലും ബിരിയാണിയൊക്കെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻഗേജ്ഡ് ആയിട്ടുള്ള സിനിമ ഒക്കെ തന്നെയാണ്, നമ്മളെ ഗ്രിപ്പാക്കി നിർത്തുന്ന സിനിമകൾ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ പണ്ട് ഈ സിനിമകളുടെ ഒക്കെ ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ഒരു നാഷണൽ ഫിലിം ഡൊമൈനിൽ ഈ സിനിമ വരുമായിരുന്നു. അതായത് നാഷണൽ ഫിലിം അവാർഡ്സ് സിനിമ കരസ്ഥമാക്കുമായിരുന്നു. നാഷണൽ ഫിലിം അവാർഡ്സ് നേടുന്നതായിരുന്നു പലപ്പോഴും ഈ സിനിമയ്ക്ക് കിട്ടുന്ന ആദ്യത്തെ പരസ്യമൊക്കെ. പക്ഷെ ഇപ്പത്തെ നാഷണൽ അവാർഡ്സിന്റെ ഒരു അവസ്ഥയൊക്കെ കാണുമ്പോൾ, ഇപ്പത്തെ ഈ സന്തുലിതമായിട്ട് കുറച്ച് കൊമേഴ്ഷ്യൽ സിനിമകളിൽ മാത്രം അങ്ങോട്ട് അവാർഡ് കൊടുക്കുന്ന രീതിയൊക്കെ കാണുമ്പോൾ, നാഷണൽ ഫിലിം അവാർഡ്സിന്റെ ഭാഗത്തേക്ക് ചിന്തിക്കുമ്പോൾ ഒരു നിരാശ ഫീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പിന്നെ ഒരു ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കറാണ്. പക്ഷെ അവാർഡിന് വേണ്ടിയിട്ട് സിനിമ എടുക്കുന്ന ഒരാളാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. ചിലപ്പോൾ ആദ്യം ഫസ്റ്റ് സിനിമയൊക്കെ ചെയ്യുമ്പോൾ 2014 എൻ്റെ ആദ്യത്തെ സിനിമ അസ്തമയം വരെ. അത് മാമിയിലും IFFKയിലും ബാംഗ്ലൂരും ഒക്കെ അവാർഡ് കിട്ടിയ സിനിമയാണ്.
അപ്പൊ അതൊക്കെ ചിലപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ ചെയ്തായിരിക്കും. പിന്നീട് നമ്മൾ ഇതിന്റെ പല ഉൾക്കളികളും മനസ്സിലാക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഉള്ള അവാർഡുകളൊക്കെ മനസ്സിലാക്കുമ്പോൾ പിന്നെ അതിനോടുള്ള ഒരു കിട്ടിയാൽ മേടിക്കും എന്നുള്ളതല്ലാതെ, പിന്നെ ഞാൻ എല്ലാത്തിന്റെയും ജൂറിയിലും ഒക്കെ ഇരുന്നിട്ടുള്ളതാണ്. ഇപ്പൊ IFFK സെലക്ഷനിലും ഇരുന്നിട്ടുണ്ട്, ഈ പറഞ്ഞ നാഷണൽ അവാർഡ് ജൂറിയിലും ഇരുന്നിട്ടുണ്ട്, ഇന്ത്യൻ പനോരമയിലും ഇരുന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നൊക്കെ ഒരു ധാരണ എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ നാഷണൽ അവാർഡ്, ഇപ്പൊ ഈ വർഷം തന്നെ വന്ന നാഷണൽ അവാർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചെങ്കിലും നമ്മുടെ കേരളത്തിൽ കിട്ടിയിട്ടുള്ള അവാർഡുകൾ മാത്രമാണ് ന്യായീകരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ വേറൊരു തരത്തില് നമുക്ക് സ്വാധീനമില്ലാതെ അവാർഡുകൾ. ബാക്കി ഏത് എല്ലാ അവാർഡുകളും നിങ്ങൾ എടുത്ത് നോക്കൂ. പുഷ്പയ്ക്ക് തിരക്കഥയ്ക്കുള്ള അവാർഡ്, അതുപോലെ പല പൊളിറ്റിക്സുമായിട്ട് അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുന്ന സിനിമകൾക്കാണ് പലപ്പോഴും എനിക്ക് തോന്നുന്നു അവാർഡുകളൊക്കെ കൊടുക്കുന്നത്. അതിപ്പം എല്ലാ സ്ഥലത്തും ആ ഒരു സ്വാധീനം ഇന്ത്യയിൽ പല ഫെസ്റ്റിവൽസിലും ഉണ്ട്. അപ്പൊ നിഷ്പക്ഷമായിട്ടൊരു അവാർഡ് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം ഭയങ്കര വലുതാണ് സത്യത്തിൽ ഈ കാലത്ത്. അല്ലെങ്കിൽ നമ്മളൊരു രാഷ്ട്രീയം കൊണ്ട് വിലയിരുത്താതെ നമ്മുടെ സിനിമ മാത്രം വിലയിരുത്തിയിട്ട് ഒരു അവാർഡ് കിട്ടുമ്പോൾ ആ സന്തോഷമാണ് എനിക്ക് ഇപ്പോൾ സത്യത്തിലുള്ളത്. അല്ലെങ്കിൽ ഈ അവാർഡ് കൊണ്ട് കിട്ടിയ ഒരു സന്തോഷം. പിന്നെ ഈ സിനിമ തന്നെ ഓൾറെഡി ഇപ്പൊ 10-35 ഫെസ്റ്റിവൽസിലൊക്കെ പോയിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ ഒക്കെ നോക്കുമ്പോ നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് ആണെങ്കിലും ഇപ്പൊ ഈ ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കറുടെ ഒരു പ്രൊഡ്യൂസറായിട്ടുള്ള മീറ്റിംഗിലെ ഇപ്പൊ പലപ്പോഴും ഇങ്ങനത്തെ പടമൊക്കെ ആയിട്ട് പിച്ച് ചെയ്യുമ്പോൾ ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കേഴ്സ് അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം, ഇതിന്റെ റവന്യൂ സൈഡ് എന്താണ്, ഇതിന് എങ്ങനെയാണ് റിട്ടേൺ കിട്ടുക എന്നുള്ള ഏരിയയും കൂടി പലപ്പോഴും ആളുകൾ ചോദിക്കുമല്ലോ. ഇത് തിയേറ്ററിൽ ഓടുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോ ഞാൻ ഇത് എത്രമാത്രം ഇതിന് ട്രാൻസ്പെറന്റ് ആയിട്ട് ഉത്തരം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത് മേളകൾക്ക് പോവും, അപ്പൊ അങ്ങനെ പണം ഉണ്ടാക്കാൻ പറ്റും, ആ പ്രൈസ് മണി കിട്ടും, അങ്ങനെയൊക്കെ വാഗ്ദാനം ചെയ്യേണ്ടി വരാറുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടോ? അല്ല, ഞാൻ ഇതുവരെ അങ്ങനെ ഒരാളെടുത്തും പറഞ്ഞിട്ടില്ല. ഞാനിപ്പോ എന്റെ ഈ സിനിമയുടെ പ്രൊഡ്യൂസറിനോടാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് അറിയത്തില്ല. നമ്മളൊരു സിനിമ ട്രൈ ചെയ്യുന്നു, ചിലപ്പോൾ സിനിമ പൈസ തിരിച്ചു കിട്ടാം, അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടാതിരിക്കാം. പക്ഷെ എന്റെ കഴിഞ്ഞ സിനിമകളല്ല, ഇപ്പൊ ബിരിയാണി വരെയുള്ള എല്ലാ സിനിമകളും പൈസ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ആദ്യത്തെ സിനിമ അവാർഡ് മണി മാത്രം കൊണ്ട് ബ്രേക്ക് ഈവൻ ആയിട്ടുള്ള ഒരു പടമാണ്. അത് ബാംഗ്ലൂർ വെച്ച സിനിമയ്ക്കുള്ള അവാർഡ് ഉണ്ടായിരുന്നു. IFFK എന്ന് തന്നെ എനിക്ക് തോന്നുന്നു എത്ര ലക്ഷം രൂപ കിട്ടി. ആ സിനിമകളുടെ ബജറ്റുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ് ഞാൻ പറയുന്നത്. അപ്പം അതുപോലെ തന്നെ സീലാണ് അയാൾ ശശിയൊക്കെ വന്നിട്ടുള്ളൂ. ബിരിയാണി എന്ന് പറയുന്നത് എത്രയോ ഇരട്ടി നമുക്ക് പൈസ തിരിച്ചു കിട്ടിയിട്ടുള്ള ഒരു പടമാണ്. ഇതൊന്നും നമ്മളങ്ങനെ പൈസ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ട് ചെയ്യുന്ന പടമൊന്നുമല്ല. നമുക്ക് താല്പര്യമുള്ള സിനിമകൾ, നമുക്ക് പറയാൻ തോന്നുന്ന സിനിമകൾ, നമുക്ക് ഇഷ്ടമുള്ള സിനിമകൾ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒരു ഇൻഡിപെൻഡന്റ് സിനിമ പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടായിരിക്കും എന്റെ സിനിമകളൊക്കെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പം ശ്രീനേട്ടൻ അഭിനയിച്ച പടമാണ് അയാൾ ശശി, ഇപ്പം റിമേക്ക് അഭിനയിച്ച പടമാണ് ഈ പടം. ഇപ്പൊ പുതിയ പടത്തിൽ ഞാൻ പുതിയ ആൾക്കാരെ ഓഡിഷൻ ചെയ്തിട്ടാണ് ഈ തർക്കം എന്ന് പറയുന്ന സിനിമ. തർക്കത്തിൽ എനിക്ക് വേറെ അങ്ങനെ ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് ആ സിനിമ ഷൂട്ട് ചെയ്യാൻ പോലും പറ്റില്ല, അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ എന്റെ ആദ്യത്തെ സിനിമ അസ്തമയം വരെയാണെങ്കിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നതൊക്കെ ചെമ്പ്ര പീക്കിന്റെ മുകളിലും 4 മണിക്കൂറും 5 മണിക്കൂറും ട്രക്ക് ചെയ്തിട്ടും ഈ വനങ്ങളിലും കാട്ടിലും ഒക്കെയാണ് ആ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതൊരു അന്നത്തെ തന്നെ അറിയപ്പെടുന്ന ഒരു നടനെ വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടോ എനിക്ക് ആ സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സിനിമ സംഭവിക്കത്തില്ല. ഇപ്പൊ ഈ പടമാണെങ്കിലും, ഇപ്പൊ തർക്കം എന്ന് പറയുന്ന സിനിമയാണെങ്കിൽ പോലും ഞാൻ അത് ഒരു ഗറില്ല സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ആണ് ഞാൻ ആ സിനിമ മൊത്തത്തിൽ എന്റെ മനസ്സിലുണ്ടായിരുന്നത്. ആ സിനിമ ഷൂട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഓഡിഷൻ ചെയ്തിട്ട് എന്റെ അങ്ങനത്തെ ആർട്ടിസ്റ്റുകളെ എടുത്തല്ലേ പറ്റുള്ളൂ. എനിക്കിപ്പോൾ അറിയപ്പെടുന്ന കുറച്ചെങ്കിലും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് എനിക്ക് ആ സിനിമയുടെ ഒരു സീൻ പോലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകൾ ചിന്തിക്കാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും ഒക്കെയാണ് കുറച്ചൊക്കെ ചില സമയത്ത് താല്പര്യം, ചില സമയത്ത് മൂഡ് മാറും. ഈ തർക്കത്തിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്തല്ലേ കൊടുങ്ങല്ലൂർ ഭരണിയിലെ അടി കണ്ട ആളുകൾ ഒറിജിനൽ അടിയാണ് തെറ്റിദ്ധരിക്കും പ്രശ്നം ഉണ്ടാവുകയൊക്കെ ചെയ്തത്? അതെ, തർക്കത്തിന്റെ ഷൂട്ടിംഗ് സമയത്താണ് പോലീസുകാരൻ നമ്മുടെ കോമരത്തെ ചവിട്ടുന്നു, കോമരം തിരിച്ച് പോലീസുകാരനെ ചവിട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിവാദമൊക്കെ ഉണ്ടായത്. സത്യത്തിൽ ഞങ്ങൾ ആ ഒരു അവിടെ 100 ആൾക്കാർ അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഡോക്യുമെന്ററി എന്നും ഷോർട്ട് ഫിലിംസും എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഈ പെർമിഷൻ വരെ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു, ദേവസ്വത്തിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ സമ്മതം ഉണ്ടായിരുന്നു ഉറപ്പായിട്ട്. ദേവസ്വം ബോർഡിന്റെ ആൾക്കാർ തന്നെ പറഞ്ഞപ്പോൾ പൈസ അടയ്ക്കാൻ വേണ്ടി ഞങ്ങൾ ചെന്നതാണ്. ഒരു ദിവസം ഇത്ര രൂപ വെച്ച് അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ആകെ 3-4 ദിവസം മാത്രമേ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഷൂട്ടുള്ളൂ, അവിടുത്തെ പ്രധാന ചടങ്ങുകൾ മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. അത് ഇതിന്റെ ഒരു പാർട്ടായിട്ട് വരുന്നൊരു പരിപാടിയാണ്. അപ്പം പൈസ അടയ്ക്കാൻ പറഞ്ഞ് അവിടെ ചെല്ലുമ്പോഴാണ് പറയുന്നത് അങ്ങനെ പറ്റില്ല, ഞങ്ങളൊന്ന് ആലോചിക്കണം. അവർ ഓൾറെഡി ഒരു മീറ്റിംഗ് ഒക്കെ കൂടിയിട്ടാണ് എമൗണ്ട് ഒക്കെ പറയുന്നത്. ഞങ്ങൾ ക്രൂ ആയി നമ്മുടെ ഫുൾ ടീം അവിടെ ചെന്നു, ഞങ്ങൾ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അടച്ചാൽ മതി എന്നും പറഞ്ഞതാണ്.
അങ്ങനെ ഞാൻ മാത്രമേ അങ്ങനെ ലീഗലായിട്ടും ഇതായിട്ടും പോയിട്ടുള്ളൂ സത്യത്തിൽ. വേറെ ആരും അവിടെ അങ്ങനെ പോയിട്ടുമില്ല. അപ്പോൾ എന്നിട്ടാണ് പിന്നെ പൈസ അടയ്ക്കേണ്ടത്. എന്നിട്ട് അവർ പറഞ്ഞത് കുഴപ്പമില്ല, എല്ലാവരും ഷൂട്ട് ചെയ്യുന്നില്ല, ദൂരെയല്ലേ ഷൂട്ട് ചെയ്തോളൂ എന്നുള്ള ഒരു പെർമിഷൻ നമുക്ക് ഉറപ്പും ഉണ്ടായിരുന്നു. ഞങ്ങൾ പൈസ വേണ്ടെന്ന് അടയ്ക്കണ്ടെന്നോ അല്ല അങ്ങനെ പോയിട്ട് അതിക്രമിച്ച് കയറി ഷൂട്ട് ചെയ്തതൊന്നും അല്ല. അപ്പോ പിന്നെ അത് വന്നപ്പോ ആരോ മൊബൈലിൽ എടുത്തിട്ട് ഇത് അവരെ അത് തെറ്റായിട്ട് രീതിയിൽ പ്രചരിപ്പിച്ചതാണ് പ്രശ്നം. അവിടെ എത്രയോ ആൾക്കാർ, നൂറുകണക്കിന് ആൾക്കാർ ക്യാമറ ആയിട്ട് വരുന്നു, ഷൂട്ട് ചെയ്യുന്നു, പല വിഷ്വൽസ് എടുക്കുന്നു, പുറത്തുള്ള ഫോറിനേഴ്സ് വന്നിട്ട് അവർ ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ അതുപോലൊരു ഇതൊരു നമ്മളൊരു ആചാര ലംഘനം നടത്താനോ അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ പോയിട്ട് ഇത് ചെയ്യാനോ അതൊക്കെ നമ്മൾ നമ്മുടേതായിട്ടുള്ളൂ. ഇതൊരു സിനിമയല്ലേ. അപ്പൊ അതിന്റെ രീതിയിലും നമ്മൾ ആ ഒരു മാന്യമായിട്ടൊക്കെ തന്നെയാണ് അവിടെ ചെയ്തത്. തിയേറ്റർ സിനിമ പറയുന്ന ആശയൊക്കെ ആയിട്ട് ചേർന്ന് പോകുന്ന ഒരു അനുഭവം സംഭവിച്ചിരിക്കുന്നല്ലോ. അതെ, തീർച്ചയായിട്ടും. അതെ, അതാണല്ലോ സത്യം. ആ തിയേറ്ററിന്റെ പ്രസക്തി അതാണല്ലോ. തിയേറ്റർ നമ്മളിപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു ചുറ്റുപാടില് നമുക്ക് ഏതാണ് റിയലാണ്, ഏതാണ് ശരി, ഏതാണ് വിദ്യ എന്നുള്ളൊരു, ഇപ്പം തന്നെ നമ്മുടെ ഈ സമരം നടന്നപ്പോ CJPയുടെ ഈ പറഞ്ഞ ജന്തർ മന്ദറിൽ സമരം നടക്കുമ്പോൾ എന്തൊക്കെ നെറേറ്റീവ്സ് ആണ് വരുന്നത്. നമുക്കറിയാം അങ്ങനെ അല്ല എന്ന് പറയും. ചില സമയത്ത് ഇത് കാണുന്ന ഒരാൾക്ക് ഇത് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? പിന്നീടാണ് ഗവൺമെന്റ് തന്നെ പറയുന്നത് ഇതിൽ വേറെ പുറത്തുനിന്നുള്ള ഒരു ഇതില്ല, ഇത് ഇവിടുത്തെ സ്റ്റുഡൻസിന്റെ ഇടയിൽ നിന്നുണ്ടായ ഇതാണ്, പ്രൊട്ടസ്റ്റ് ആണ്. ഇപ്പം മറ്റു പലരും ഇപ്പൊ വേറെ എന്തൊക്കെയോ തലത്തിലൊക്കെ അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതോ ഒരു കക്ഷി ഫണ്ടിങ് കിട്ടുന്നുണ്ട്, എന്ത് ഫണ്ടിങ് കിട്ടും അല്ലെങ്കിൽ അത് ഗവൺമെന്റിന് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് തോന്നുന്നു അവർ പറഞ്ഞ വിദ്യാർത്ഥികളുമായിട്ട് ആ ഒരു ചർച്ചയ്ക്ക് തയ്യാറായത്. അപ്പം ഈ റിയാലിറ്റി തന്നെയാണ്. എന്തൊക്കെ പല തരത്തിലുള്ള നെറേറ്റീവ്സ് അല്ലേ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ വന്നുകൊണ്ടിരുന്നത്. പിന്നീട് എന്ത് മനസ്സിലായി, ജനത്തിന് ബോധ്യമല്ലേ. ഇത് തന്നെയല്ലേ നമ്മുടെ റിയൽ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ തിയേറ്റർ സജിൻ എപ്പോഴെങ്കിലും ഇരുന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇപ്പൊ ചില ആളുകൾ ലൈവിലൊക്കെ വന്നിരുന്ന് പറയാണ് ഇത് അമേരിക്കയിലെ ഫണ്ടിങ് ആണ്, പാകിസ്ഥാന്റെ ഫണ്ടിങ് ആണ്, ഇത് രാജ്യദ്രോഹ പ്രവർത്തനമാണ് എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ അത് കേൾക്കാൻ ആളുകളുണ്ട്, അത് സത്യമാണെന്ന് വാദിക്കാനും ആളുകളുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് കുറെ കുട്ടികൾ കൂടി എഴുതിയ ഒരു പരീക്ഷ, അതിന്റെ പരീക്ഷ പേപ്പർ ലീക്കായി പോയി, അതിന്റെ ഉത്തരവാദിത്വം ഒരാളെ ഏറ്റെടുക്കണം എന്ന് പറയുന്ന ഒരു ലോജിക് ഉണ്ടല്ലോ. മറ്റേ ഈ പറഞ്ഞ രാജ്യവും രാഷ്ട്രീയവും ഒക്കെ മാറ്റി നിർത്തിയാൽ. അതെ, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പൊ എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയ ഒരു കാര്യം, ഇപ്പം ലാൽ സാറിന്റെ മകള് വിസ്മയ മോഹൻലാല് അവരുടെ രാഷ്ട്രീയം പറഞ്ഞതാണ്. അപ്പം ഏതോ ഒരാൾ വന്നിരുന്ന് പറയുന്നു അവർക്ക് രാഷ്ട്രീയം അറിയില്ല. അവർക്ക് 35 വയസ്സായെന്നുള്ള കാര്യം ഞാനൊക്കെ അറിയുന്നത് ശരിക്കും ഇതിന് ശേഷമാണ്. അല്ല, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അപ്പം എം എൻ കാരശ്ശേരി ഏതൊരു ഡിസ്കഷനിൽ പറയുന്നത് ഞാൻ കേട്ടു. അതാണ് സത്യം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയം അല്ലല്ലോ. അല്ല, ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നിൽ പോയാലേ അത് രാഷ്ട്രീയമാവുള്ളൂ എന്ന് പറയുന്ന ഒരു തെറ്റായ ധാരണ നമ്മുടെ നാട്ടുകാർക്കും ഈ പറഞ്ഞ ഒരുപാട് ആൾക്കാർക്കുണ്ട്. ആ തെറ്റായ ധാരണയെ മാറ്റാനും ഇത്തരം കാര്യങ്ങൾ സഹായിച്ചു എന്നുള്ളതാണ്, അത് കൂടുതൽ ആൾക്കാരിലോട്ട് എത്താനും ഒക്കെ. അപ്പം രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയം അല്ലല്ലോ, മാനവീയതയുടെ ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, യാഥാർത്ഥ്യത്തിന്റെ ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ. അതെവിടേക്കോ നമുക്ക് രണ്ടും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇതുപോലുള്ള പല ഫേക്ക് നെറേറ്റീവ്സും നമ്മുടെ ഇതിൽ വന്നുകൊണ്ടിരിക്കുകയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സത്യവും. ഇപ്പം ഈ സമരം വിജയിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇൻസ്റ്റാഗ്രാമാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആണ്. അങ്ങനെ ഒരു നല്ല വിഷയം അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ഈ തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റി എന്ന് പറയുന്നത് ശരിക്കും പ്രസക്തമായിട്ടുള്ള, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു തിയേറ്റർ ആണ് പ്രതീക്ഷിച്ചിരുന്നു സജിൻ. ഞാൻ പേഴ്സണലി പ്രതീക്ഷിച്ചിരുന്നു കുറച്ചും കൂടി ഇത് തിയേറ്ററിൽ ഓടുമായിരിക്കും, ഒരു 2 ആഴ്ചക്കെങ്കിലും ഇത് ഓടുമായിരിക്കും. 2-3 ആഴ്ചയൊക്കെ ഓടി പടം. 2-3 ആഴ്ചയൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ക്രൗഡായിട്ട് അല്ലെങ്കിൽ പോലും 2-3 ആഴ്ചയൊക്കെ ഓടി. എന്നാലും ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ബിരിയാണിക്ക് കുറച്ചും കൂടി ആ ജനകീയ സ്വഭാവം കിട്ടിയില്ലേ തിയേറ്ററിനെ അപേക്ഷിച്ച് നോക്കുമ്പോ? ബിരിയാണി തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോ ഇതേ അവസ്ഥ തന്നെയായിരുന്നു. ആയിരുന്നല്ലേ? തിയേറ്ററിലൊന്നും അധികം ആളൊന്നും. ഫെസ്റ്റിവൽസിൽ ആ സിനിമ പോയി, ഒരുപാട് ഡിസ്കഷൻ വന്നു, ചർച്ച വന്നു, ആൾക്കാർക്ക് കാണാൻ അവസരം ഉണ്ടായി. പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രത്യേക ഒരു ഇന്നത്തെ പിന്നെ അന്നത്തെ ഒരു സമയം, അത് കോവിഡ് സമയത്താണ് അത് റിലീസ് ചെയ്തത്. പിന്നെ കോവിഡിന് ശേഷം OTTയിൽ റിലീസ് ചെയ്തുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരിലോട്ട് ആ സിനിമ എത്തിയത്. പിന്നെ എല്ലാ സിനിമയും ഒരുപോലെയല്ല. ഇപ്പൊ ബിരിയാണി പറയും പോലെ അല്ലല്ലോ എനിക്ക് തിയേറ്റർ പറയാം, അതുപോലെയല്ല ഞാൻ തർക്കം പറയുന്നത്, അതുപോലെയല്ല എന്റെ അതിന് മുന്നേ ഉള്ള പടങ്ങൾ പറഞ്ഞത്. എല്ലാ സിനിമയും ഞാൻ ഡിഫറെന്റ് ആയിട്ടാണ് ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് ഇപ്പൊ ബിരിയാണി പ്രതീക്ഷിച്ച് വരുന്ന ഒരാൾക്ക് തിയേറ്റർ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും.
പക്ഷെ അത് ഓടാത്തതിന്റെ വേറൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ള ഇപ്പം അതിഭീകരമായിട്ടുള്ള ഇപ്പൊ ഞങ്ങളെ പോലെയുള്ള ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കേഴ്സിന് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഭയങ്കര പൈസ മുടക്കിയിട്ട് മാർക്കറ്റ് ചെയ്ത് ആൾക്കാരിൽ എത്തിക്കാനുള്ള ഒരു സാധ്യത ഇപ്പം ഇല്ല, കുറവാണ്. അത് പണ്ട് കാലത്താണെങ്കിൽ അത് എളുപ്പമായിരുന്നു, ഇത്രയും ഇല്ല. ഇപ്പൊ ഈ സമുദ്രത്തിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കലക്കുന്നത് പോലെയാണ്, ഈ കായം കലക്കുന്നത് പോലെയാണ് നമ്മുടെ ഈ ചെറിയ പൈസയ്ക്കോ അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വലിയ സ്റ്റാർസ് ഇല്ലാത്ത ഈ OTT സൈഡിൽ നിന്നൊക്കെയുള്ള എൻകറേജ്മെന്റ് ഏത് വിധത്തിലാ? OTT ഇപ്പൊ ഈ സിനിമ ഇപ്പൊ എല്ലായിടത്തും ഉണ്ടല്ലോ. ഇപ്പൊ യൂട്യൂബിൽ വരെ ഉണ്ട്, ആമസോണിലുണ്ട്, മനോരമയിലുണ്ട്, സിംപ്ലി സൗത്തിലുണ്ട്, ആപ്പിൾ TVയിലുണ്ട്. കാണാനുള്ള അവസരമുണ്ട്. ഈ സിനിമയെ കുറിച്ച് അറിയുന്നവർക്ക് ഈ സിനിമ പോയി കാണാൻ ഏത് തരത്തിൽ. ഇപ്പൊ യൂട്യൂബിൽ 89 rupees കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ റെന്റിന് കിട്ടും. അപ്പൊ അങ്ങനെ എല്ലാ സാധ്യതകളും ഇപ്പൊ ഉണ്ടല്ലോ. ഒരു സിനിമ ഒരു മിനിമം അത് കാണും, അത് ഗ്രാജുവലി കാണുള്ളൂ ആൾക്കാർ. സിനിമ ഈ ബിരിയാണിയൊക്കെ അങ്ങനെ ഗ്രാജുവലിയാണ് ഇപ്പോഴും ആൾക്കാർ റിവ്യൂസ് വരുന്നുണ്ട്, ഇപ്പോഴും ഫെസ്റ്റിവൽസിന് പോകുന്നുണ്ട്. എനിക്ക് 150-ൽ കൂടുതൽ ഫെസ്റ്റിവൽസിൽ ബിരിയാണി കഴിഞ്ഞു വേൾഡ് മുഴുവൻ. ഇപ്പോഴും പല യൂണിവേഴ്സിറ്റീസ് കാണിക്കുന്നുണ്ട്, പല ഫെസ്റ്റിവൽസ് കാണിക്കുന്നുണ്ട്. അതൊരു സിനിമ അങ്ങനെയാണെന്നാ ഞാൻ വിചാരിക്കുന്നത്. സജിനി, ഈ ആള് ബഹളം പ്രശസ്തി, കുറെ ആളുകൾ അവരുടെ ഒരു സംവിധായകനൊക്കെ ഉണ്ടാകുന്ന ഒരു ആരാധക വൃന്ദം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു കാലത്ത് മോഹിപ്പിച്ചിട്ടില്ലേ? ആത്മാർത്ഥമായിട്ട് പറയണ. ഇപ്പൊ പത്മരാജന്റെ പടങ്ങൾ കണ്ടാൽ, പത്മരാജൻ ഗംഭീരനായ ഒരു ഫിലിം മേക്കറാണ്, അതിലൊരു തർക്കമില്ല. പക്ഷെ പത്മരാജനൊക്കെ ഉള്ളൊരു ആരാധകർ ഒന്നുണ്ടല്ലോ എല്ലാ കാലത്തും. അപ്പൊ അത് അദ്ദേഹം ജീവനോട് ഉണ്ടായിരുന്നപ്പോ ഉണ്ടായതോ എന്നുള്ളതും വേറെ ചോദ്യമാണ്. അപ്പൊ അങ്ങനെ ഈ ഫിലിം മേക്കർക്ക് ഒരു ഫാൻ ബേസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഫിലിം മേക്കറുടെ ഒരു പടം ഇറങ്ങിയാൽ ആ പടത്തിന് ഫസ്റ്റ് ഡേക്ക് ഒരു ആള് വരിക, അങ്ങനത്തെ തോട്ടുകളൊന്നും അങ്ങനെ ബോധർ ചെയ്തിട്ടില്ലേ? ബോധർ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധർ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊന്ന് ചില സമയത്ത് അതിന്റെ ആവശ്യമില്ല. അതൊക്കെ ഒരു ഗ്രാജുവലി ഉണ്ടായി വരേണ്ടതാണ്. ഇപ്പൊ സിനിമ എന്ന് പറയുന്നത് ഇപ്പം ഒരു ലക്കിന്റെ കൂടെ ഭാഗമാണ് പലപ്പോഴും. സിനിമ ആവട്ടെ, ബിസിനസ് ആവട്ടെ, പൊളിറ്റിക്സ് ആവട്ടെ, അങ്ങനെയൊക്കെ പലതിലും ഒരു ലക്ക് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അത് ഉണ്ടായി വരുന്നതാണ്. ഇപ്പൊ നമുക്ക് പല ഫിലിം മേക്കേഴ്സിനോട് സംസാരിക്കുമ്പോഴോ പല ബിസിനസ്സുകാരോട് സംസാരിക്കുമ്പോഴോ ഒക്കെ നമുക്ക് തോന്നാറുള്ള ഇത്രയും മണ്ടനായിട്ടുള്ള ഒരാളാണോ ഇത്രയും നല്ല സിനിമ എടുത്തതെന്നൊക്കെ നമുക്ക് തോന്നാം. അല്ലെങ്കിൽ അത് എന്താ പറയാ, ചിലപ്പോ ഒരു സിനിമ കൊണ്ട് അവർ പോവും. അവർക്കൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ഡിഫറെന്റ് ആയിട്ട് സിനിമ ചെയ്യുമ്പോഴാണ് അയാളൊരു നല്ല ഫിലിം മേക്കറായിട്ടും നല്ല ഇതൊക്കെ ആയിട്ട് ബിസിനസ്സുകാരനുമായിട്ടൊക്കെ നമുക്ക് നിലനിൽക്കുന്നത്. ഒരെണ്ണം ചിലപ്പം കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും എത്ര ആൾക്കാര് നമ്മൾ കാണുന്നില്ല, എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമല്ല. ഫേമസ് ആവുക, സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഡയറക്ടർ ആവുക, അങ്ങനത്തെ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളൊന്നും? സത്യം പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കമേഴ്ഷ്യൽ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കമേഴ്ഷ്യൽ സിനിമകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഷോ പോയി കാണുന്ന ആളാണ്. രാവിലെ ഏർലി മോർണിംഗ് ഷോ ആണെങ്കിലും അത്തരം ഫാൻസിന്റെ പടങ്ങളാണെങ്കിലും ഫാൻസിനൊപ്പം പോയിരുന്ന സിനിമ കാണുന്ന ആളാണ്. ആഗ്രഹിക്കുന്നില്ല, അത് ചെയ്യുന്ന ആളാണ് എല്ലാ സിനിമയും. എന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് കവിത തിയേറ്ററിൽ ഒരു പാക്കഡ് തിയേറ്ററിൽ കാണുന്ന ആളാണ്. ഇന്നിപ്പോ ജനനായകൻ വരെ ഞാൻ ഫസ്റ്റ് രാവിലെ 6 മണിക്ക് പോയിരുന്ന് കാണുന്ന ആളാണ്. അപ്പൊ അതിൽ കിട്ടുന്നൊരു ഹൈ എനിക്കുണ്ട് ഓൾറെഡി. അപ്പൊ അത്തരം സിനിമകൾ എനിക്ക് മനസ്സിലും ഉണ്ട്, ചെയ്യാനും ഒക്കെ ഇതുണ്ട്. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വന്നത് ഇങ്ങനത്തെ ഒരു സിനിമ ആയതുകൊണ്ടും അതുകൊണ്ടുള്ള ഗുണം നമുക്ക് ഈ മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് നമുക്ക് വലിയ സിനിമ ഉണ്ടാക്കാനും പറ്റും. ആ എക്സ്പീരിയൻസ് നമ്മൾ ഒന്നുമില്ല, ചെലവ് കുറച്ച് കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പൊ തിയേറ്ററിനകത്തും ബ്ലോഗർ ആയിട്ടുള്ള കഥാപാത്രം അയാള് ജൻസി ആയിരിക്കണമല്ലോ പ്രായം വെച്ച് നോക്കുമ്പോൾ. സാധാരണ ജൻസികളെ അതിന് മുമ്പ് അല്ലെങ്കിലും പൊതുവിൽ മെയിൻ സ്ട്രീം സിനിമകളിലൊക്കെ തന്നെ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരെ കാണിക്കുമ്പോൾ അവർ കുറച്ച് ലൂസായി, അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ലക്ഷ്യബോധം ഒന്നും ഇല്ലാതെ കാണിച്ച് അങ്ങനെ തമാശ ഉണ്ടാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എന്നാൽ തിയേറ്ററിനകത്ത് അയാള് കുറച്ചുകൂടി ലക്ഷ്യബോധത്തോട് കൂടിയിട്ട് അയാളുടെ ഓരോ ഘട്ടം കഴിയുന്നതോടെ കുറെ കൂടി മെച്ചൂർഡായിട്ടും കുറെ കൂടി ആളുകളെ അരിച്ചെടുത്ത് മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരു വീക്ഷണമുള്ള രീതിയിലാണ് മാറുന്നത്. ഈ ക്യാരക്ടർ അങ്ങനെ, അതായത് ഒരു രീതിയിലും ഇത് എന്താ പറയാ ഒരു ലക്ഷ്യബോധം ഇല്ലാത്തൊരു പുതുതലമുറക്കാരനാവരുത്, അങ്ങനെ നിർബന്ധം ഉണ്ടായിരുന്നു. ക്യാരക്ടർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിന്റെ ഒരു ഗ്രാജുവൽ ഒരു ഗ്രോത്ത് ഭയങ്കരമായിട്ട് നമ്മളത് ശ്രദ്ധിക്കും, അത് ഉറപ്പായിട്ട്. പിന്നെ അതും നമുക്ക് കൺഫ്യൂഷനാണ് ഇപ്പോഴും. ഇപ്പൊ ഞാൻ ആ സിനിമ എഴുതുന്ന സമയം അല്ലെങ്കിൽ എടുക്കുന്ന സമയം ഇപ്പോഴും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മാറിയെന്ന് തോന്നുന്നു വേറെ തരത്തിൽ. ഇപ്പോഴാണെങ്കിൽ ഇന്ന് എഴുതുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ വേറെ തരത്തിലായിരിക്കും, മാറ്റിയിട്ടായിരിക്കും അത് എഴുതുന്നത്. പക്ഷെ അതിന്റെ പ്രസക്തി ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അല്ല, ജെൻസികളെ കുറിച്ച് നമുക്ക് ഇപ്പൊ ഭയങ്കരമായിട്ടൊന്നും അങ്ങനെ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ അവരുടെ വേൾഡിൽ പോയി ജീവിക്കാൻ പറ്റിയ അതാവുമ്പോഴല്ലേ ഇതാവും. ഇപ്പൊ നമ്മളെന്താണ് നമ്മുടെ തലമുറയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ മുന്നേ ഉള്ള തലമുറയിലുള്ള ആൾക്കാരെന്തെന്ന് ജെൻസിക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിൽ എത്താനോ പറ്റത്തില്ല. അത് ഓരോരുത്തർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സാധനമില്ല. പക്ഷെ ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ, ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ നമുക്ക്
കുറേയൊക്കെ അവരോട് സഹകരിക്കാം, അവരോട് ഒബ്സർവ് ചെയ്യാം. ആ ഒരു ഒബ്സർവേഷനിൽ നിന്ന് ഒരു ആർട്ടിസ്റ്റിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ലാതെ അവര് അതുപോലെയൊന്നും സിനിമ ചെയ്യാം. അതുകൊണ്ടാണ് അവരുണ്ടാക്കുന്ന സിനിമകൾ ഇപ്പൊ ഒബ്സഷൻ പോലെയുള്ള സിനിമകൾ കണക്ട് ചെയ്യുന്നത് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട്. ഇപ്പൊ തിയേറ്ററൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ ചിലപ്പോൾ കണക്ട് ചെയ്യും. അതൊന്നും ഒരിക്കലും ഫേസ്ബുക്ക് ഓഡിയൻസിന് ഫേസ്ബുക്ക് ഓഡിയൻസും അല്ലെങ്കിൽ ഈ പറഞ്ഞ അതെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. 30 വയസ്സിന് മുകളിലോട്ടുള്ള ഒരു തലമുറയ്ക്ക് കുറെ കൂടെ ഈസിലി ആ പടങ്ങൾ കണക്ട് ആവുള്ളൂ. ഒബ്സഷനും ബാക്ക് റൂംസ് ഒക്കെ കാണുമ്പോ നമ്മൾ ഫിലിം മേക്കർ എന്ന ഇതിൽ കുറെ കൂടിയൊക്കെ തേച്ച് മിനുക്കപ്പെടേണ്ടിയിരിക്കുന്നു അങ്ങനെ തോന്നാറുണ്ടോ? ഇല്ല, പക്ഷെ കോമ്പറ്റീഷൻ തോന്നാറുണ്ടോ? അല്ല ഇല്ല, നമ്മുടെ തലമുറയിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ സിനിമ കാണുന്നത്. 30 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ സിനിമ കാണുന്നത്. അത് നമ്മൾ എന്താണോ ചെയ്യുന്നതിൽ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ മതി. അത് സമയത്ത് ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് കിട്ടണമെന്നില്ല, സാഹചര്യങ്ങൾ പലതാണ്. ഇപ്പൊ നമ്മൾ അവാർഡുകളുടെ കാര്യങ്ങളാണെങ്കിൽ പോലും എത്രയോ നല്ല സിനിമകൾ കൂടെ ഒരിക്കലും അവാർഡുകളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അത് സിനിമകള് ആൾക്കാർ കാണുകയും ഡിസ്കസ് ചെയ്യും. ആൾക്കാരുടെ ഇപ്പൊ അവാർഡ് കിട്ടുന്ന എത്ര സിനിമയാണ് ഞാൻ ചോദിക്കട്ടെ? കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഈ കഴിഞ്ഞ വർഷം ഇതല്ലേ, അതിന് മുന്നിലത്തൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് അവാർഡ് കിട്ടിയ പല സിനിമകളും ഇവിടെ ആർക്കും അറിയത്തില്ല. ഒഴിവ് ദിവസങ്ങളെയൊന്നും ആരും കണ്ടിട്ടില്ല. ഒഴിവ് ദിവസങ്ങളിലൊക്കെ പിന്നും കണ്ടു എന്ന് പറയാം. അന്ന് തിയേറ്ററിലൊക്കെ ഇറങ്ങിയിട്ട് അതിനും മുന്നേ പല പടങ്ങളും മുഴുവനായിട്ട് കാണാത്ത ആളുകളുണ്ട് ഇപ്പോഴും. എലിപ്പത്തായൊക്കെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാരെ കണ്ടു ഇത് ചെയ്ത സിനിമയില്. ഞാൻ പറയുന്ന ഒരു കഴിഞ്ഞൊരു 3 കൊല്ലം മുന്നേ ഉള്ള ഒരു അതിന് മുന്നേ ഉള്ള വഴക്കൊക്കെ ഉള്ള സമയം അല്ലേ? വഴക്കൊന്നും സ്റ്റേറ്റ് അവാർഡൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ എന്തൊക്കെ വേറെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇത് പോയത്. ഞാൻ പേര് പറയുന്നില്ല. ഞാൻ പേര് പറഞ്ഞാൽ നമ്മുടെ പല സുഹൃത്തുക്കളാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. പക്ഷെ പല സിനിമകളും കാണാൻ പോലും അവസരമില്ല. ആ സിനിമ എവിടെയെന്നൊക്കെ അറിയില്ല. ആ സിനിമ എവിടെ കാണും, എങ്ങനെ കാണും, ആ സിനിമയൊന്നും എത്തിയിട്ടില്ല. അവാർഡ് കിട്ടും, ആ സമയത്ത് ഒരു വലിയ ഇതാവും, അത് കഴിഞ്ഞിട്ടങ്ങ് പോകും. അത് ഈ പല നാഷണൽ അവാർഡ് കിട്ടിയ പടങ്ങളും ഒക്കെ അങ്ങനെയല്ലേ. ഇപ്പൊ നേരെ തിരിച്ചാണ്. ഇപ്പൊ നമുക്ക് മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിനാണ് ബെസ്റ്റ് സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടിയതെന്ന് പറയുന്നത് പോലെ അതുപോലെ പല സിനിമയ്ക്കും കിട്ടുന്നുണ്ട്. പുഷ്പയ്ക്ക് ഈ പറഞ്ഞ പോലെ മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് കിട്ടിയെന്ന് ആ ഒരു തരത്തില്. പിന്നെ എനിക്കിത് ബാഹുബലിക്കൊക്കെ കൊടുത്ത പിന്നെ ന്യായീകരിക്കാന്ന് എനിക്ക് തോന്നുന്നു. ബാഹുബലിയൊക്കെ വേറെ തരത്തിലൊരു പുതിയ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പുള്ളി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനുശേഷമൊക്കെ ഇത് പറഞ്ഞ പോലെ കൊടുത്തിട്ടുള്ള പിന്നെ എല്ലാ കാലത്തും അവാർഡുകളൊക്കെ ഇങ്ങനെ ആയിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറെ പേർക്ക് സ്വാധീനമുള്ളവർക്കും കുറെ പേർക്ക് എല്ലാ അവാർഡുകളും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. എല്ലാ അവാർഡുകളും അങ്ങനെയൊന്നുമല്ല. ഇതിൽ ഒരുപാട് പെർസെന്റേജ് നല്ല അവാർഡുകളും ഉണ്ട്. ഇപ്പൊ നമുക്ക് നാഷണൽ അവാർഡിലാവട്ടെ സ്റ്റേറ്റ് അവാർഡിലാവട്ടെ എല്ലാ അവാർഡുകളിലും അത് ജെന്യൂനായിട്ട് വരുന്ന അവാർഡുണ്ട്. ചിലത് ജെന്യൂനായിട്ടുള്ള അങ്ങനെ കൊടുക്കുന്ന ജൂറികൾ പോയിരിക്കുമ്പോൾ, നട്ടലുള്ള ജൂറികളിരിക്കുമ്പോൾ അവർ വൃത്തിയായിട്ട് പറയുന്ന അവാർഡുകളുണ്ട്. അപ്പൊ എല്ലാം നമുക്ക് പിന്നെ നമ്മുടെ ഈ നാഷണൽ അവാർഡിന്റെ ജൂറിയിലൊക്കെ ഇരിക്കുമ്പോ എന്താ അവിടെ നടക്കുന്നത്? അല്ല അതൊന്നും പറയാൻ പറ്റത്തില്ല. ഒരിക്കൽ അങ്ങനെ പുറത്ത് ഞാൻ അതുപോലും പറയാതെ ആണ് ഞാൻ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായത് ഒരിക്കൽ. അതുകൊണ്ട് എനിക്ക് അത് പേഴ്സണൽ വേറെ കാര്യമാണ്. പക്ഷെ നമ്മളൊരു സ്ഥലത്ത് പോയി ഇരുന്നാലല്ലേ നമുക്ക് മനസ്സിലാവൂ. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഫേസ്ബുക്കിലും മറ്റേ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും പഠിക്കുന്ന അറിവല്ലല്ലോ. പലരും അങ്ങനെയല്ലേ സംസാരിക്കുന്നത്. ഇപ്പോഴത്തെ പല സമരങ്ങളിലും എല്ലാത്തിലും വന്നിരിക്കുന്നത് അങ്ങനെയല്ലേ. പക്ഷെ അത് റിയലൈസ് ചെയ്യുമ്പോഴാണല്ലോ ഒരു സംഘടനയെ കുറിച്ച്, ഒരു മതത്തെ കുറിച്ച്. നിങ്ങളൊരു മതത്തിൽ ജനിക്കുക, ആ മതം പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് മാത്രമേ അതിന്റെ യഥാർത്ഥ സാധനങ്ങൾ കൂടുതൽ അറിയാൻ പറ്റൂ. അവര് വന്ന് പറയുമ്പോഴാണ് അതിനൊരു വാലിഡിറ്റി ഉണ്ടാവുന്നത്. അത് വളരെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇതല്ലാതെ ജെന്യൂനായിട്ട്. ഇപ്പൊ ബിരിയാണി ഞാൻ ചെയ്തപ്പോ എത്ര പേര് ഞാൻ ഇപ്പൊ വേറെന്തോ ഫണ്ട് മേടിച്ചിട്ട് ചെയ്താണെന്തോ സംഘീയ അജണ്ടയാണെന്നൊക്കെ പറയുന്ന എത്ര പേരുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ആ സിനിമയെ ഇഷ്ടപ്പെടുകയും മെസ്സേജ് അയക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും ചെയ്ത മുസ്ലിം സ്ത്രീകളാണ് എൻ്റെ അടുത്ത്. ഇപ്പോഴും മുസ്ലിങ്ങളാണ് സംസാരിക്കുന്നത്. അതിൽ വേറെ കുറച്ച് നേരം തിരിച്ചും പറയും. അതിൽ ഞാൻ ഇല്ലാത്ത ഒന്നും തിയേറ്റർ കഴിയുന്ന സമയത്ത് കാവുകളെ പറ്റിയിട്ടും അല്ലെങ്കിൽ നാഗങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിക്കാനോ തീർച്ചയായിട്ടും ശ്രമം ഉറപ്പില്ല. അതല്ലാതെ ചുമ്മാ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ അത്തരം ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മളെ നാട് അങ്ങനെയുള്ള ഒരു നാടല്ലേ. നമുക്ക് എല്ലാത്തിനെ കുറിച്ചും പഠിക്കാനും എല്ലാവരുമായിട്ട് ഇടപഴകാനും അതല്ലേ നമ്മുടെ സൗന്ദര്യം. അതിനെ ഈ പറഞ്ഞ ഒന്നാക്കുക എന്നൊക്കെ പറയുന്നതിൽ ഇപ്പം ഈ പറഞ്ഞ വേറെ ഏതെങ്കിലും ഇപ്പൊ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ പോയി കഴിഞ്ഞാൽ അവിടെ ഇത്തരം വൈവിധ്യങ്ങളില്ലല്ലോ. നമ്മുടെ നാടിന്റെ ശക്തി തന്നെ അതല്ലേ, അതെ. അത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് വീണ്ടും അംബേദ്കർ പറഞ്ഞ പല കാര്യങ്ങളും എന്തുകൊണ്ടാണ് കൂടുതലും ഇപ്പോഴും പ്രസക്തമായിട്ടിരിക്കുന്നത്. ഇപ്പൊ വലിയ നേതാക്കന്മാരുണ്ട് ഇന്ത്യ കണ്ട വലിയ അച്ഛന്മാരും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരെക്കാളും പ്രസക്തി ഇപ്പോഴും അംബേദ്കറിന് തന്നെയാണ്. അംബേദ്കർ കോട്ട് സ്യൂട്ട് ഇട്ടതിന്റെ പുറത്തു പോലും ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അത് ഇടാതെ വന്നതിലും ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ. അതെ, അതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ ഉള്ള കോട്ടും സൂട്ടും ഊരിയിട്ട് മറ്റേ കോണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു
പകുതി ഇത് വന്നതിലും ഒരു രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയമുണ്ട്. അപ്പം ഇന്ത്യ പോലുള്ള ഒരു രാജ്യം വളരെ വിവിധ ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ, വിവിധ മതങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ, വിവിധ തരത്തിലുള്ള ഫുഡുകൾ ചെയ്യുന്ന ആൾക്കാർ, അതാണല്ലോ നമ്മളൊക്കെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരെന്ന് പറയുന്നതാണല്ലോ. ഇപ്പൊ ഈ അവാർഡ് ഉണ്ടല്ലോ, ഇപ്പൊ ഗ്രാൻഡ് പ്രീ അവാർഡ്, ഇതില് ഈ അവാർഡ് എപ്പോഴാ ഈ സജിൻ ബാബു നേരിട്ട് കാണുക? അങ്ങനെ ഒരു ഫലകോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ അവര് അയച്ചു തരും. അപ്പൊ പ്രൈസ് മണി ഉണ്ടോ? ഉണ്ടെന്നാണ് കേട്ടത്. അത് എത്രയെന്ന് ചോദിച്ചാൽ ഇനി വ്യക്തമായിട്ട് ചോദിക്കണം. അതൊക്കെ ഈ കയ്യിലെ സിനിമ പച്ച കുത്താനുണ്ടായ സാഹചര്യം എപ്പോഴാ? അല്ല, എന്റെ മനസ്സിൽ ഞാൻ ഈ പറഞ്ഞത് എനിക്ക് സിനിമ മാത്രമേ ഉള്ളൂ. വളരെ ചെറുപ്പം മുതലേ മനസ്സിലുണ്ടായത് ഇപ്പൊ കമേഴ്ഷ്യൽ സിനിമയെന്നോ ആർട്ട് സിനിമയെന്നോ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സിനിമയെന്നോ ഇൻഡിപെൻഡന്റ് സിനിമയെന്നോ ഒന്നുമില്ല. സിനിമ എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു എയിമും. അതിൽ കിട്ടുന്ന സന്തോഷം എനിക്ക് വേറെ ഒന്നിനും കിട്ടത്തില്ല. അതെങ്ങനെ അങ്ങനെ ആയിപ്പോയതാണ്. ഇത് എങ്ങനെ വന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പാടാണ് പറയാൻ. ഇത് കുറെ കൊല്ലമായി. അപ്പം സിനിമ ഈസ് മൈ ഹാർട്ട് ബീറ്റ്സ് എന്നുള്ളതാണ്. അപ്പൊ അതാണ് നമ്മുടെ ഒരു സിനിമയിലെ നമ്മൾ കാണുന്നതും സിനിമയാണ്, സംസാരിക്കാൻ ശ്രമിക്കുന്നതും സിനിമയാണ്, എന്തെങ്കിലും കണ്ടാൽ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുന്നതും സിനിമയിലൂടെയാണ് എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്, ഞാൻ മാത്രമല്ല. പറഞ്ഞ ഓക്കെ, അങ്ങനെ ഒരു ഇഷ്ടം എങ്ങനെയൊക്കെ ഉണ്ടായ ഒരു ഇഷ്ടം, അതാരോ ഉണ്ടാക്കി തന്നൊരു ഇഷ്ടം ഒന്നുമല്ല, അതങ്ങനെ ഉണ്ടായതാണ്, ഓർഗാനിക്കായി സംഭവിച്ചതാണ്. അതെ, തീർച്ചയായിട്ടും. മറ്റൊരു കാര്യം കൂടി ചോദിച്ചു, ഇപ്പൊ മലയാള സിനിമയിലെ ഒരുപാട് മുഖ്യധാര നടന്മാര് പരീക്ഷണ സിനിമകളൊക്കെ ആയിട്ട് ചേർന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പൊ ജോജു ജോർജ് അങ്ങനെ സിനിമ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ടോവിനോ വഴക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അറിഞ്ഞ പ്രകാരം ശ്രീ മമ്മൂട്ടി പ്രാപ്പട എന്നുള്ളൊരു സിനിമ സംവിധാനം ചെയ്ത് അദ്ദേഹത്തിന്റെ കൂടെയാണ് അടുത്ത സിനിമയിൽ വാമ്പയർ ആയിട്ടൊക്കെ വരാൻ പോകുന്നത് എന്നൊക്കെ കേൾക്കുന്നു. അപ്പൊ ആ രീതിയിൽ അങ്ങനെ ഏതെങ്കിലും ലാലേട്ടനായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പോകുന്നു കേൾക്കുന്നു. അങ്ങനെ സജിൻ ബാബു ഇങ്ങോട്ടേക്ക് ഒരു അപ്രോച്ചോ സജിൻ ബാബു അങ്ങോട്ടൊരു അപ്രോച്ചോ നടത്തി നോക്കിയിട്ടുണ്ടോ താരങ്ങളുമായി ബന്ധപ്പെടുത്തി? ഞാൻ അധികം വലിയ താരങ്ങളുടെ പിന്നാലെ പോയിട്ടില്ല. ഇങ്ങോട്ട് 1-2 പേര് വന്നിട്ടുണ്ട്. ഞാൻ അപ്രോച്ച് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഒരു വലിയ നടന്റെ അടുത്ത് വന്നത് ശ്രീനേട്ടന്റെ അടുത്താണ്. ആദ്യമായിട്ട് വന്ന് പുള്ളി ഡേറ്റ് കയറുകയും ചെയ്ത് അങ്ങനെയാണ് ആ പടം നടക്കുന്നത്. അതിനുശേഷം ഞാൻ അങ്ങനെ വലിയ അധികം പേര് 1-2 പേരെടുത്തൊക്കെ ഞാൻ പോയിട്ടുള്ളൂ, സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ അതിൽ അവരുടെ ഒരു റെസ്പോൺസ് 1 പ്രാവശ്യം 2 പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റൂ. അപ്പൊ അതില്ലെന്നുണ്ടെങ്കിൽ നമ്മളത് ബോധർ ചെയ്യില്ല. അപ്പൊ നമുക്കിപ്പോ അങ്ങനെ ഒരു വലിയ സ്റ്റാർസിനെ വെച്ചിട്ടൊരു സിനിമ ചെയ്യണമെന്നൊന്നും, എനിക്ക് സിനിമ ചെയ്താൽ മതി. അപ്പൊ അത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമ ചെയ്താൽ മതി എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അതിപ്പോ വലിയ താരങ്ങൾ വരണമെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വലിയ പ്രൊഡക്ഷൻ കമ്പനികൾ വരണമെന്നോ അങ്ങനെയൊന്നും അതിഭീകരമായിട്ടുള്ള ആഗ്രഹമൊന്നുമില്ല. പക്ഷെ അതുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു പ്രാക്ടിക്കൽ സെൻസ് വേറെയാണ്. പക്ഷെ ഞാൻ അങ്ങനെ ആരുടെയും പിന്നാലെ ഒരുപാട് പ്രാവശ്യം പോകാറില്ല. 1-2 പ്രാവശ്യം സംസാരിക്കും, അവർക്ക് വർക്കാവേണമെങ്കിൽ വർക്കാവും, ഇല്ലെങ്കിൽ അത് വിട്ടിട്ട് പോവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അടുത്ത ഇത് പിന്നെ ഞാനൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ 2 കൊല്ലം കൊണ്ടും 3 കൊല്ലം കൊണ്ടും ഒക്കെ ഇരുന്ന് എഴുതിയ സിനിമകൾ ഒന്നും സിനിമ ആയിട്ടില്ല. സ്ക്രിപ്റ്റുകൾ അങ്ങനെ എത്രയോ സിനിമകൾ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതേസമയം തിയേറ്റർ 20 ദിവസം കൊണ്ട് എഴുതിയതാണ്. ഈ പറഞ്ഞ ബിരിയാണിയൊക്കെ നേരത്തെ മനസ്സിലുണ്ടായിരുന്നു. അതിനുവേണ്ടി എഴുതാനൊന്നും ഭയങ്കര സമയമൊന്നും എടുത്തിട്ടില്ല, 1 മാസമൊക്കെ എടുത്തിട്ടുള്ളൂ. ഈ സിനിമ ഇപ്പൊ തർക്കം എന്ന് പറഞ്ഞ സിനിമ സ്ക്രിപ്റ്റേ ഇല്ല, എഴുതിയിട്ടേ ഇല്ല. എല്ലാ സിനിമയും അങ്ങനെ നടക്കില്ല. ഈ സിനിമ അങ്ങനെ ആയതുകൊണ്ട്, ഈ സബ്ജക്ട് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. അപ്പം അതേസമയം ഒരുപാട് പണിയെടുത്തിരിക്കുന്ന എത്രയോ സ്ക്രീൻ പ്ലേസ്, എത്രയോ വർക്കുകൾ മാറ്റി 20 ഡ്രാഫ്റ്റ് വരെ എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റും ഒക്കെ കയ്യിലിരിപ്പുണ്ട്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ അടുത്ത്, ഞാൻ ഈ വലിയ പ്രൊഡക്ഷൻ കമ്പനികളുടെ അടുത്ത് ഞാൻ പോയിട്ടില്ല അധികം. പിന്നെ ഈ പറഞ്ഞ വലിയ നടന്മാരുടെ അടുത്തുമൊക്കെ ഈ പറഞ്ഞ പോലെ 1-2 അധികം പേരെടുത്ത് ഞാൻ പോയിട്ടുമില്ല. പിന്നെ നമ്മുടെ ഒരു മൂടാണ്. ഞാൻ ചിലപ്പോൾ എനിക്ക് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ യാത്ര ചെയ്യും. ഞാൻ ഒരിടത്തും എനിക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരാളല്ല. ഞാൻ അങ്ങനെ ഓരോ മൂഡിനനുസരിച്ച് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. തർക്കം എപ്പോഴാണ് തിയേറ്ററുകളിലേക്ക് എത്തുക? തർക്കം എനിക്ക് തോന്നുന്നു 1 മാസം കൂടെ കൊണ്ട്. അതിന്റെ ഒരു സൗണ്ട് ഡിസൈനർ ഫോറിനറാണ്. ഇപ്പം പുള്ളി ഗ്രാമി നോമിനിയൊക്കെയാണ്. അയാൾ സീനിയർ ആയിട്ടുള്ളൊരു മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളാണ്. അപ്പൊ പുള്ളി ഓസ്ട്രേലിയനാണ്, ബെർലിനിലാണ് സെറ്റിൽ ചെയ്തത്. അപ്പൊ പുള്ളി വരണം. അപ്പൊ പുള്ളി വന്നിട്ടൊരു ഫൈനൽ മിക്സും ഡിസൈനും ഒക്കെ ബാക്കിയൊക്കെ പുള്ളി വീട്ടിലിരുന്ന് ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് അവിടെ സ്റ്റുഡിയോ ഒക്കെ ഉണ്ട് ബെർലിനിൽ. അപ്പൊ അങ്ങനെ ഒരു അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം അപ്പുവാണ് എഡിറ്റർ. ജബിനാണ് ക്യാമറ. അപ്പുപെട്ടതിനെയാണ് എഡിറ്റർ. ജബിൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ റോസാപ്പൂ മനോഹരമൊക്കെ ചെയ്തിട്ടുള്ള, കാസർഗോഡൊക്കെ ചെയ്തിട്ടുള്ള പുള്ളിയെ ക്യാമറ ചെയ്തു. 4 DOPs ആയിരുന്നു. DOP ജബിനാണ്, 4 ക്യാമറാമാൻമാരായിരുന്നു.
ഷൂട്ട് ചെയ്തത് എല്ലാ സീനും. പിന്നെ ഈ പറഞ്ഞ സൗണ്ട് ഡിസൈൻ ഇദ്ദേഹമാണ്. പിന്നെ എല്ലാവരും നമ്മുടെ പ്രൊഡക്ഷൻ ഇപ്പം പെണ്ണും പൊറോട്ടൊക്കെ ചെയ്ത വിനോദാണ് ഇതിൻ്റെയും പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുറേ പടങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സിനിമയൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള ഒരാളാണ് ഇതിലൊരു മെയിൻ ലീഡ് ചെയ്തിരിക്കുന്നത്. പുള്ളി ഓഡിഷനിൽ ചെയ്തതാണ്. ഓഡിഷനിൽ പുള്ളി കണ്ട് ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ ഒരു സിനിമയൊക്കെ പഠിപ്പിക്കുന്ന ഒരാളാണ് ഇതിലെ വില്ലൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പക്ഷെ നല്ലൊരു രസമുള്ള ടീമായിരുന്നു. ശ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇതിലൊക്കെ വന്നിട്ടുള്ള പുള്ളി ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആൻസലിയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര്. വഴക്കും ഏറ്റവും കൊമേഴ്ഷ്യൽ സിനിമ എന്നുള്ള രീതിയിലാണ് ഇതുവരെ ചെയ്ത സിനിമകളിൽ വെച്ചിട്ടും കൊമേഴ്ഷ്യൽ ബീറ്റ്സ് ഉള്ള സിനിമ എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. 3 പാട്ട് 2 അടിയൊക്കെ ഉണ്ട്. കറക്റ്റായി. അപ്പൊ ആ രീതിയിൽ കുറേ കൂടി സെലിബ്രേറ്റ് ചെയ്യപ്പെടട്ടെ തർക്കം എന്നുള്ള സിനിമ. നേരത്തിന് ഒരുപാട് നന്ദി. വീണ്ടും കൺഗ്രാജുലേഷൻസ് ഓൺ വിന്നിംഗ് ദി ഗ്രാൻഡ് പ്രി അവാർഡ് ഫോർ തിയേറ്റർ. താങ്ക് യു സോ മച്ച്.